തൃക്കാക്കര നഗരസഭാ കൌൺസിലർ അജിത തങ്കപ്പന്റെ അയോഗ്യത നീക്കി. അയോഗ്യത മാറ്റണമെന്ന അജിതയുടെ അപേക്ഷ കൌൺസിൽ യോഗം അംഗീകരിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അപേക്ഷ കൌൺസിൽ വെച്ചത് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. കൃത്യമായി യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നതൊക്കെ ഉൾപ്പെടെ ആരോപിച്ചായിരുന്നു അജിത തങ്കപ്പനെ അയോഗ്യയാക്കിയത്. ഇപ്പോൾ കൌൺസിലർ അജിത തങ്കപ്പന്റെ അയോഗ്യത നീക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. സിജോ വി ജോൺ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. സിജോ, വിശദാംശങ്ങൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ തുടർച്ചയായ 3 മാസങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്നായിരുന്നു അജിത തങ്കപ്പനെ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് നഗരസഭാ സെക്രട്ടറി അയോഗ്യയാക്കിയത്. ഇതിനെതിരെ ഈ അയോഗ്യത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അജിത തങ്കപ്പൻ തന്നെ കൌൺസിലിനെ സമീപിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നാണ് അജിത വ്യക്തമാക്കിയിരുന്നത്. ഈ അപേക്ഷയാണ് ഇന്ന് നഗരസഭാ കൌൺസിൽ പരിഗണിച്ചത്. പക്ഷേ ഈ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഇത്തരത്തിൽ ഒരു അപേക്ഷ പരിഗണിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം ഒരു കാര്യം പറയുന്നത്, ഇത്തരത്തിൽ ഒരു കൌൺസിലറെ അയോഗ്യയാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൌൺസിൽ ചേരുമ്പോൾ ആദ്യം ഈ അയോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ കൌൺസിലിന് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത കൌൺസിലായിരിക്കണം ഇത്തരത്തിൽ അയോഗ്യത നീക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറെ നേരം പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഇപ്പോൾ കൌൺസിലിലേക്ക് വരികയും ചെയ്തത്. കൌൺസിൽ ഇവരുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവർ കൌൺസിൽ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അയോഗ്യത നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ നേരത്തെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ സ്റ്റാൻഡിംഗ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ കൌൺസിൽ യോഗത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല, അതേസമയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അവർ എടുത്തു പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും അയോഗ്യത തൽക്കാലത്തേക്ക് മാറിയിരിക്കുകയാണ്. നേരത്തെ അജിത തങ്കപ്പൻ ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് വിവാദങ്ങൾക്കൊക്കെ കാരണമായിരുന്നത്. അതിനുശേഷവും ഈ കൌൺസിലർ സ്ഥാനത്ത് നിന്നും ഉള്ള അവരുടെ മാറ്റവും തിരിച്ചെത്തലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയായിരുന്നു. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.